അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസ് റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ റോബസ്റ്റ പഴത്തിന്റെ തൊലിയെല്ലാം ഒന്ന് മാറ്റിയതിനു ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോ റോബസ്റ്റ പഴത്തിൽ ചെയ്തിട്ടെടുക്കുമ്പോഴാണ് നല്ലൊരു പ്രത്യേക ടേസ്റ്റും ഒക്കെ കിട്ടുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴത്തിലും ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോ റോബസ്റ്റ പഴത്തിലാണ് ചെയ്തിട്ടെടുക്കുന്നത്. ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുന്ന മുട്ടയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുത്ത് വെച്ച് അതിന്റെ തണുപ്പൊക്കെ മാറി റൂം ടെമ്പറേച്ചറിലായിട്ട് എടുക്കുക. മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസിന് പകരം നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എസൻസിന്റെ ഫ്ലേവർ ആണ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഏലക്കാപ്പൊടിയുടെ ഫ്ലേവർ ആണ് വേണ്ടതെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. മുട്ടയൊന്ന് അടിച്ചെടുക്കാം. അടിച്ച് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. പൊടിച്ചെടുക്കുമ്പോൾ 1/2 കപ്പായിട്ടാണ് കിട്ടുന്നത്. പെട്ടെന്ന് മിക്സായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര പൊടിച്ച് എടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ടില്ല ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. കുറച്ച് സമയം എടുക്കും പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞു വരാനായിട്ട്. അപ്പോൾ പഞ്ചസാര പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടൻസ് മിൽക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 1/4 കപ്പ് പഞ്ചസാരയല്ലേ പൊടിച്ച് എടുത്തിട്ടുള്ളത്, അതിന് പകരമായിട്ട് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ പൊടിക്കാതെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഇനി ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടി പോവരുത്, ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ആദ്യം 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി പാൽ ഒഴിക്കാനുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതാ മിക്സ് ചെയ്തെടുത്തു. ഇതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിന് 1/2 കപ്പ് കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. തിളപ്പിച്ചാറിയ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ചൂട് പാലൊന്നും എടുക്കരുത്, റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം വീണ്ടും ബാക്കിയുള്ള പാല് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ടോട്ടൽ 2.5 കപ്പ് പാലാണ് എടുക്കുന്നത്. ഒരു 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. 2.5 കപ്പ് പാല് ഒഴിച്ചു കൊടുത്തു. വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് എല്ലാം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് കലക്കിയിട്ട് വേണം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് കൈവിടാതെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. കൈവിടാതെ ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കോൺഫ്ലോർ അല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ നല്ലോണം ഒന്ന് കുറുകി വരുന്നുണ്ട്. കുറുകിയാൽ മാത്രം പോരാ, നല്ലോണം തിള വരുന്ന സമയത്ത് വേണം ഫ്ലെയിം ഓഫ് ആക്കാനായിട്ട്. കുറുകി വന്നതിന് ശേഷവും ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. കട്ടകളെല്ലാം മാറി നല്ല സ്മൂത്ത് ആയിട്ട് ഇതാക്കിയിട്ടുണ്ട്. അപ്പൊ കണ്ണില് നല്ലതുപോലെ ഇതാ തിള വരുന്നുണ്ട്. ഈ ഒരു സമയം നല്ലോണം ഒന്ന് തിള വരണം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അപ്പൊ നല്ലതുപോലെ ആ തിള വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ ഇതുപോലെ ഗ്ലാസിന്റെ ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത്. വീട്ടിലുള്ള ഏതെങ്കിലും പാത്രം എടുത്താലും മതി. ആ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ആ ചൂടോടുകൂടി തന്നെ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടല്ലേ, ഇത് ചൂട് കുറച്ചൊന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ പഴം ദാ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് 250 ml കപ്പിന് 3/4 കപ്പ് പഞ്ചസാര ഇതുപോലെ ഒന്ന് വിതറി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സമയം മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ.
ഒരു വശം ചെറിയൊരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഗോൾഡൻ നിറം ആവുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഒരുപാടങ്ങ് ബ്രൗൺ നിറം ആവരുത്, ഗോൾഡൻ ബ്രൗൺ നിറം ആയാൽ മതി. ഒരുപാടങ്ങ് ബ്രൗൺ നിറം ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൈപ്പരസം ആവും. പഞ്ചസാര എല്ലാം ഉരുകി ഗോൾഡൻ ബ്രൗൺ നിറം ആയിട്ടുണ്ട്. കൂടുതലാവരുത്, എന്നാൽ പിന്നെ ഒരു കൈപ്പരസം ഉണ്ടാവും. പഞ്ചസാര കാരമലൈസ് ആയിട്ടുണ്ട്. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ നിറാവണം, ഒരുപാടങ്ങ് ബ്രൗൺ നിറം ആവരുത്. ഇനി ഇതിലേക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ മാറി നിന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഇടയ്ക്ക് കട്ടകൾ പോലെ കിടക്കും, അതെല്ലാം ഒന്ന് നല്ലതുപോലെ തിളച്ച് ഒന്ന് കുറുകി വരുന്ന സമയത്ത് കട്ടകളെല്ലാം മാറിക്കോളും. ഈ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയെടുത്തത് ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പഴം കട്ട് ചെയ്ത് വെച്ചില്ല, അത് മുഴുവനും അങ്ങിട്ട് കൊടുക്കാം. പഴം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. പഴമൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് നല്ലതുപോലെ ഒന്ന് കുറുകി വരണം. ഇപ്പൊ ദാ കണ്ടില്ലേ, നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം. ഇനി ആ ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം. മെല്ലെ ഒന്ന് ലെവൽ ചെയ്യാം. അത് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നല്ല ചൂടാണ്. ഇതിന്റെ ചൂട് മാറിയതിന് ശേഷം ഒരു 2-3 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വേണം വെക്കാനായിട്ട്. അപ്പൊ ഇതിന്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. 3-4 മണിക്കൂറൊക്കെ വെക്കാവുന്നതാണ്. നമ്മൾ സ്കൂപ്പ് ചെയ്താണ് കഴിക്കുന്നത്. ആ ഒരു രീതിക്കാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. വായിലിട്ടാൽ തന്നെ അലിഞ്ഞിറങ്ങും. അത്രയ്ക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ അത് കണ്ടില്ലേ, അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. വായിലിട്ടാൽ തന്നെ അലിഞ്ഞിറങ്ങും. അത്രയ്ക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ ഞാനിപ്പോ ബാക്കി കുറച്ച് ഒരു ചെറിയ ബൗളിലും ഇതാ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വേണമെങ്കിൽ ചെറിയ ബൗളിൽ സെറ്റ് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വലിയ ബൗളിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് സ്കൂപ്പ് ചെയ്താണ് കഴിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ആ പഴമൊക്കെ കാരമലൈസ് ചെയ്ത് കിടക്കുമ്പോൾ കോൺഫ്ലോറിന്റെ മിക്സും കാരമലൈസ് ചെയ്തിട്ടുള്ള പഴവും എല്ലാം കൂടി അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടാകും. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്